മുആദ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, അബ്ദുൽ ഖൈസ് ഖബീലയിലെ നേതാവായ അശ്അസ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഇന്ന ഫീക ലഖസ്ലതൈനി യുഹിബ്ബുഹുമല്ലാഹ്, നിങ്ങളിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് സഹനതയാണ്, രണ്ടാമത്തത് അവധാനതയാണ്. സഹനതയും അവധാനതയും ഇത് രണ്ടും അല്ലാഹു ഇഷ്ടപ്പെടുന്ന വലിയ രണ്ട് ഗുണങ്ങളാണ്. പലപ്പോഴും നമുക്കില്ലാതെ പോകുന്ന രണ്ട് ഗുണങ്ങൾ. കാര്യങ്ങൾ ക്ഷമയോടുകൂടി ഏത് കാര്യത്തെയും നേരിടണം, അക്ഷമ കാണിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അവധാനത, ധൃതിയിൽ കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കുക എന്നുള്ളത്. എടുത്തു ചാടി എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ചിലപ്പോൾ കാലാകാലം ഖേദിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ധൃതി വെച്ച് ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുന്നത്. ധൃതി കാണിക്കുക എന്നുള്ളത് ശൈത്താന്റെ ഭാഗത്ത് നിന്നുള്ള കാര്യമാണ്. ശൈത്താനാണ് എല്ലാ കാര്യങ്ങളിലേക്കും നമ്മളെ ഇങ്ങനെ തള്ളിക്കൊണ്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഗുണങ്ങൾ, സഹനതയും അവധാനതയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഏതൊരുവൻ മയത്തിന്റെ ഗുണത്തിൽ നിന്നും തടയപ്പെട്ടോ അവനെല്ലാം നന്മയും തടയപ്പെട്ടവനാണ്. അതുപോലെ തന്നെ മയം കാണിക്കുക എന്നുള്ള കാര്യങ്ങൾ മറ്റുള്ള ആളുകളോട് പ്രത്യേകിച്ച് മയത്തോടുകൂടി, ഒരു വിട്ടുവീഴ്ചയോടുകൂടി, അലിവോടുകൂടി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണം തന്നെയാണ്. ആർക്ക് ആ ഗുണം തടയപ്പെട്ടോ അവനെല്ലാം നന്മയും തടയപ്പെട്ടവനാണ്, അവനിൽ ഒരു ഗുണവും ഉണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എല്ലാ കാര്യങ്ങളിലും മയം കാണിക്കുക എന്നുള്ളത്, വിട്ടുവീഴ്ച ചെയ്യണം. വിട്ടുവീഴ്ച നല്ലൊരു ഗുണമാണ്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഇങ്ങോട്ട് ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്നവരോട് പോലും അങ്ങോട്ട് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത് നല്ലൊരു ഗുണമാണ്. ഇങ്ങോട്ട് എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, വാക്കുകൊണ്ടും നോക്കുകൊണ്ടും എല്ലാ നിലയിലും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നവരോട് പോലും നമ്മൾ ക്ഷമിച്ച് വിട്ടുവീഴ്ച ചെയ്യുക. അല്ലാഹു ഈ വിഷയത്തിൽ ഇടപെടട്ടെ എന്നുള്ളത്. നമുക്ക് വേണമെങ്കിൽ പ്രതികരിക്കാൻ കഴിവുള്ളതിനോട് കൂടി നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഭാഗത്ത് നമുക്ക് സഹായം നമുക്കുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എത്രത്തോളം വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും തനിക്ക് കിട്ടാനുള്ളത് ആവശ്യപ്പെട്ട് നേടിയെടുക്കുമ്പോഴും മയമായ മാർഗം സ്വീകരിക്കുന്നവൻ അവൻ കരുണ ചെയ്യട്ടെ. വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ കിട്ടാനുള്ള ഒരുപാട് കിട്ടാനുണ്ടാവും. നമ്മളവിടെയൊക്കെ മുഖത്തടിച്ച് വർത്തമാനം പറയാതെ, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി സംസാരിക്കാതെ, ചീത്ത പറയാതെ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ പിടുത്തപ്പെട്ടു പോകും. ആ സന്ദർഭത്തിൽ പോലും നമ്മളത് മാന്യമായി ഇടപെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. അള്ളാഹു കരുണ ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം ചെയ്യുകയുണ്ടായി. അതോടെ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട നല്ല നല്ല ഗുണങ്ങളാണ്. എന്നാൽ പലപ്പോഴും ഇല്ലാതെ പോവുകയും ചില സന്ദർഭത്തിൽ നമ്മൾ എടുത്തു ചാടി കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യാറ്. ഇതെല്ലാം പിശാചിൽ നിന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കി കാര്യങ്ങൾ മയമായ രീതിയിൽ കൈകാര്യം ചെയ്യുകയും എടുത്തു ചാടാതെ സാവകാശം ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് ഒരുപാട് നന്മയ്ക്കുള്ള കാരണമാണ്. അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത, അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്.